പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബിക്ക് എങ്ങനെയെങ്കിലും നന്ദുവും ആ സിയയും ആയിട്ടുള്ള വിവാഹം നടക്കണമെന്നാണ്. കാരണം അയാളുമായിട്ടങ്ങ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ചെറിയ ചെറിയ ഉടായ്പ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് നിൽക്കാൻ ഒരു പോലീസുകാരനാവുമല്ലോ. നന്ദുവിന് ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് അബി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അവരുടെ വിവാഹം നടക്കാൻ വേണ്ടി. നവ്യയോട് പറയുന്നുണ്ട്, ആ സിയെ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും ആണുങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല നന്ദുവിൻ്റെ എന്ന്. ആ രീതിയിൽ അയാൾ അവളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാനല്ലേ നിങ്ങൾ ചേച്ചിമാർ ശ്രമിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന്. അന്നേരം അഭി പറയുവാണ്, നിങ്ങൾ 4 പേരും കൂടി, അതായത് അച്ഛനും അമ്മയും 2 ചേച്ചിമാരും കൂടി നന്ദുവിൻ്റെ മേൽ സമ്മർദ്ദം ചൊലുത്തുവാണെങ്കിൽ പെട്ടെന്ന് ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും നടത്താമെന്ന് പറഞ്ഞ് നവ്യനെ എരികേറ്റി വിടുന്നു. നവ്യ നേരെ അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം നന്ദുവിൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ജീവിതത്തിന് ഇടയ്ക്ക് കയറി അതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അനി നിൽക്കരുത് എന്ന് പറയുമ്പം അനി വെറുതെ ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം നന്ദുവിൻ്റെ മനസ്സെന്താണ് എന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ല. ഒരു പുഞ്ചിരിയോടെ അനി നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് ജാനകിയെയാണ്. ജാനകിയുടെ സ്ഥിരം ഭീഷണി. ജാനകി പറയുവാണ്, നന്ദുവിൻ്റെ വിവാഹത്തിന് ഇടംകോലിട്ട് എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. അന്നേരം കേൾക്കുന്ന അനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് വരുന്ന അജയനോട് അനി പറയുവാണ്, കണ്ടോ അച്ഛൻ ഈ അമ്മ ചെയ്യുന്നത്, അമ്മ ഇങ്ങനെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുവാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.